സമൻസിന് പോയിട്ട് പൈസ കിട്ടിയത് അവിടെ നിന്നാണ്. സമൻസ് കളിക്കുമ്പോൾ പൈസ കിട്ടുമല്ലോ, വേറെ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാൻ പോകുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് ലൈനുകൾ പോകുമ്പോൾ പൈസ ഒന്നും കിട്ടില്ല, ഇറച്ചി പൊറോട്ട കിട്ടില്ല. പണ്ട് അങ്ങനെയാണ് കൂടുതലും. നമ്മുടെ ടീമല്ലേ. ഉണ്ട്. ഫസ്റ്റ് സെവൻസ് കളിക്കാൻ പോയിട്ട് എനിക്ക് തോന്നുന്നത് ജോയ് യൂത്ത് എന്ന് പറഞ്ഞില്ലേ, പാലാട്ടിന് വരെ ഇതൊക്കെ ഇല്ലേ. അപ്പൊ അവരേല് കളിക്കാൻ പോയപ്പോ എനിക്കെന്താ 20 രൂപ അങ്ങോട്ടാണ് തന്ന. അവരാ ടീമിന്റെ കൂടെ, അവരൊക്കെ അന്ന് ഉഗ്രം ടീമുണ്ട്. അപ്പൊ അവരങ്ങോട്ട് പോകുമ്പോ അപ്പൊ ഭക്ഷണമൊക്കെ മേടിച്ചു വരും. അതിന് വീട്ടിൽ പോകുമ്പോ പിന്നെ എന്തെങ്കിലും കൊടുക്കണ്ടേ വെച്ചിട്ട് അങ്ങനെ തന്നിട്ടുണ്ട്. അത് അവിടുന്ന് തന്നെ ജോയ് യൂത്ത് എന്ന് പറഞ്ഞ പഴയ ക്ലബ്ബുണ്ട്, അവിടുന്ന് കിട്ടിയിട്ടുള്ളൂ. IM വിജയനെ തിരിച്ചറിഞ്ഞ കാലഘട്ടം ഉണ്ടല്ലോ. ആദ്യം IM വിജയൻ എന്ന് പറഞ്ഞ ആള് സൗണ്ട്സ് കളിക്കാൻ വേണ്ടി, പിന്നെ അവിടെ നിന്ന് ഓഡിയൻസ് പ്രേക്ഷകർ പൊക്കിയെടുത്തോണ്ട് ഒരു മുഹൂർത്തം എവിടെയാണ്? ആദ്യത്തെ അതൊക്കെ അതൊക്കെ ഞാൻ IM വിജയൻ ആയത് ചിലപ്പോ സന്തോഷ് ട്രോഫി 18 വയസ്സില് സന്തോഷ് ട്രോഫി കളിച്ച് ഫസ്റ്റ് സെവൻസ് സന്തോഷ് ട്രോഫി കളിക്കുന്ന കൊല്ലത്താണ് ഞാൻ. 87 ആ സമയത്ത്. അന്ന് 18 വയസ്സ് അപ്പോയിൻമെന്റ് ആയ 87 അപ്പോയിൻമെന്റ് ആയി 87, 88 ആ സമയത്താണ് സന്തോഷ് ട്രോഫി. ആ കൊല്ലാണ് ഞാൻ സന്തോഷ് ട്രോഫി ആദ്യമായിട്ട് കളിക്കുന്നത്. 18 വയസ്സിൽ ടീമിലെ ബേബി ആയിരുന്നു. അന്നാണ് ഞാൻ കാശ്മീരിൻ്റെ എതിര് പാപ്പച്ചൻ്റെ ഒരു നല്ലൊരു ക്രോസിലും ഹെഡ് ചെയ്ത് ഗോൾ അടിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ വിജയൻ എന്ന് പറഞ്ഞാൽ പിന്നെ പേരിലുള്ള IM എന്നുള്ളത് വന്നത് അപ്പോഴാണ് തോന്നുന്നത് അറിയാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് അതാണ്. അല്ല കേരള പോലീസ് കളിക്കുമ്പോൾ അങ്ങനെ കേരള പോലീസുകാർ കുറേ ടൂർണമെന്റ് കളിച്ചിട്ടുണ്ടെന്നുള്ളൂ. അപ്പൊ വിജയൻ എന്ന് പറയുമ്പോൾ ഇത് പക്ഷേ സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞാൽ വേറൊരു റേഞ്ച്. അതാ കൊല്ലം ഞങ്ങൾ ഫൈനൽ എത്തുകയും ചെയ്തു. മണി സാറ് ട്രോഫി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഫൈനലിൽ എത്തണത് ആ കൊല്ലാണ്. അപ്പൊ നമ്മൾ വിൻ ചെയ്യുന്നൊക്കെ വെച്ച് നമ്മൾ ഇവരെ അടുത്ത് തോറ്റു. പഞ്ചാബിന്റെ അടുത്ത് ടൈ ബ്രേക്കിൽ തോറ്റു കൊല്ലത്ത് വെച്ചിട്ട്. അപ്പോഴൊക്കെയാണ് റെഡിക്കും ഇങ്ങനെ IM വിജയന്റെ ഒരു പോക്കാണ്. ബോളുമായിട്ട് ഒരു എവിടെ അന്ന് ഹൈറ്റുകൾ കുറവ്, ചെറിയൊരു ചെറുക്കൻ നുളഞ്ഞു കയറി അങ്ങ് പൊക്കോളൂ എന്നാണ് പറയുന്നത്. ആ ഒരു പോക്കൊരു വലിയ എക്സ്പ്രസ് പോണ പോലെയാണ്. ഞാനെങ്ങനെ പറയാ, കണ്ടേരിക്കല്ലേ പറയാ, നമുക്ക് കണ്ട ഫീലാണ്. കാലുകളിലെ ഒരു സ്പീഡ്, ഭാഗ്യം അല്ലേ, ദൈവം തന്ന ആ രീതിക്ക് ഒരു യാത്രയായിരുന്നു. ഒരു ഓട്ടമാണല്ലോ ഏറ്റവും. ഞാൻ ഒത്തിരി കളികൾ കണ്ടിട്ടുള്ള, എൻ്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഒരു ചരിഞ്ഞൊരു പോക്കുണ്ട്. വലിയൊരു ഭാഗ്യം. അത് ദൈവം തന്ന ഗോഡ് ഗിഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ പ്രാക്ടീസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഇതൊക്കെയാണ്. അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെ. പിന്നെ ഈ വേറെ കാര്യമുണ്ട് ബ്രോ, ഈ പത്മശ്രീ കിട്ടാൻ വേണ്ടി എന്തോരം കണ്ട് നടന്നിട്ടുണ്ട് ഞാൻ. ഇതിന് ഈ അവാർഡിന് മറ്റേ പൈസ ഒന്നും കിട്ടില്ല, ഇതൊക്കെ ഉണ്ടെന്ന് പറയാം. ഞാൻ ഒരു 500 കോടി കൊടുത്തിട്ട് ഇതൊന്ന് തരുമോ എന്ന് ചോദിച്ചാൽ തരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന്റെ വാല്യൂ അത്ര വലിയ വാല്യൂ ആണ് അല്ലേ. 4ാമത്തെ കാറ്റഗറിയിലാണ് പത്മശ്രീ. അത്രയും 4ാമത്തെ കാറ്റഗറിയാണ് ഇന്ത്യയിലെ. അതെ. അപ്പൊ അത്രയും വാല്യൂ ഉള്ളൊരു അവാർഡാണ്. അത് നമ്മള് എത്ര കോടീശ്വരനായാലും പൈസ കൊടുത്തിട്ട് അത് തരുമോ എന്ന് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ മേടിക്കാനാണ് എത്രയോ പേരുണ്ടായിരുന്നു. എത്ര പേരുണ്ട് ഈ തൊട്ടേക്ക് നമ്മൾ നടക്കണം. നമ്മളെ ആ കാശ് കിട്ടി മേടിച്ച ഇതൊക്കെ ഒരു ഭാഗ്യ, ഒരു നിമിത്തം. ഇതൊക്കെയാണ് നമ്മുടെ ഹാർഡ് വർക്കിനോണ്ട് കിട്ടിയിട്ടുള്ളതാണ്. വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണാൻ പറ്റുള്ളത്. സ്വന്തമായിട്ട് വീടുണ്ടാക്കുന്ന എത്രാം വയസ്സിലാണ്? ഞാൻ സ്വന്തമായിട്ട് മോഹൻബാനിൽ പോയില്ലേ. ഞാൻ ഇവിടുന്ന് 91 മോഹൻബാനിൽ പോയി. അപ്പോൾ ഞാൻ താമസിച്ചു അവിടെ കോരുത്തുംപാട് തന്നെ ഓലപ്പരയിലാണ്. ഞാൻ അമ്മയും ചേട്ടനും താമസിച്ചു. അപ്പോൾ എനിക്ക് പ്രൊഫഷണൽ കളിക്കാൻ വേണ്ടി പോയി തന്നെ മോഹൻബാനിൽ പോയി തന്നെ ഇതിനാണ് വീട് പണിയാൻ വേണ്ടിയിട്ട് പോയി. അന്ന് സ്ഥലം മേടിച്ച് കൊടുക്കുക. സ്ഥലം മേടിച്ച് ഞാൻ ഈ സ്ഥലം ഇപ്പം ഇരിക്കുന്ന സ്ഥലം മേടിച്ചു. അത് ഫ്രീസ് ചെയ്ത സ്ഥലമായിരുന്നു മേടിച്ചത്. ഗവൺമെൻറ് ഫ്രീസ് പാടല്ലായിരുന്നു, ഫ്രീസ് ചെയ്തിട്ട് വീടൊന്നും പണിയാൻ പാടില്ല. ഭാഗ്യം ഇവിടെ ഗുരുജി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, കരുണാകരൻ സാറ്. പറഞ്ഞു സാറ് ഞാൻ തിരിച്ചു തന്നു. വീണ്ടും 91 പോയി 92 തിരിച്ചു തന്നു. തിരിച്ചു തന്നു സാറേ. ഞാൻ മേടിച്ച് കയ്യിൽ കാശിലാണ് മോഹൻബാലിൽ പോയിട്ട് ഈ സ്ഥലം മേടിച്ച് കിട്ടിയ കാശിന് ഫ്രീസ് ചെയ്തിട്ട് അതപ്പോൾ തന്നെ റെഡിയാക്കിയ ആള്. അതാണ് വൺ മാൻ ഷോ എന്ന് പറഞ്ഞത്. ഫ്രീസ് ചെയ്ത സ്ഥലം. പിന്നെയാണ് ഈ വീടുകളൊക്കെ ഇവിടെ വന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.